ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഈ ഹയർസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ചില ഗ്രൂപ്പുകളൊക്കെ വളരെ സൈലൻ്റ് ആണ്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നാൽ ചില ഗ്രൂപ്പുകളിലൊക്കെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് എങ്ങോട്ടോ ഉള്ള നടപടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെതിരെ മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അടിമയായിട്ട് ഉള്ള ആ ഗ്രൂപ്പുകളിൽ ഇന്ന് സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ ഈ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഉണ്ടാവുമല്ലോ, നമുക്കൊരു ആ ഗ്രൂപ്പിൽ പെടാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹയർച്ചിന് വേണ്ടി വാദിച്ച് നടന്നിരുന്ന എന്നോടൊക്കെ കഴിഞ്ഞ ഡിസംബർ മാസം 2023 നവംബർ ഡിസംബർ മാസങ്ങളിലടക്കം ഹയർച്ചിന് വേണ്ടി ഘോരം വാദിച്ചു നിന്ന ഒരു വ്യക്തി എന്ന് പറയാണ് എല്ലാവരും പണിയെടുത്ത് ജീവിക്കട്ടെ എന്ന്. അത് കേൾക്കാത്ത പാടെ എല്ലാവരും സടകുടഞ്ഞ് എണീച്ചിരിക്കുകയാണ്. എങ്ങനെ ധൈര്യം വന്നു ഇയാൾക്ക് ഇങ്ങനെ പറയാൻ എന്നാണ് എല്ലാവരും തന്നെ ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ചില നമ്മുടെ അയ്യൂബ് ഖാൻ പറയുന്ന പോലെ ചില പ്രതിസന്ധി മാത്രമേ വന്നിട്ടുള്ളൂ, കമ്പനി പൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രതിസന്ധി വന്ന സമയത്ത് പണിയെടുത്ത് ജീവിക്കാൻ പറയാൻ ഇവൻ ആര് എന്നാണ് പറയുന്നത്. 3100 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ CEO ആണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കൂടി ഒരു പുതിയ ഒരാളെ കാണാൻ പോയ സമയത്ത് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നത് 3100 കോടി ടേൺ ഓവറുള്ള കമ്പനി എന്നാണ്. ആ 3100 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ പാർട്ട്ണർമാരായിരിക്കുന്ന ആൾക്കാരുടെ കമ്പനി ഒരു പ്രതിസന്ധിയിൽ വന്ന സമയത്ത് പണിയെടുത്ത് ജീവിക്കാൻ പറയുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ഞാനും അതിനെ നഖശിഖാന്തം എതിർക്കുന്നു. ഞാൻ ആ വ്യക്തിയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് തീർത്തും തെറ്റാണ്. അത് എന്തായാലും നിങ്ങൾ അവിടെയുള്ള 1024 ആൾക്കാരോട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ തന്നെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ്, ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കിട്ടുമോ. അതുപോലെ തന്നെ മണി ചെയിൻ പിടിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് മറ്റു ജോലിക്ക് പോകാൻ ആരും തന്നെ നിർബന്ധിക്കരുത്. ഇവർ പോവില്ല എന്നുള്ളതാണ്. അവർക്ക് അടുത്ത പണി അല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു മണി ചെയിനിൽ ചേരുക, സ്വന്തമായി ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തുക, സ്വന്തമായി ആപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ മൂഞ്ചിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിരവധി 2 ആഴ്ചയും 3 ആഴ്ചയും മാത്രം ആയുസുള്ള ക്രിപ്റ്റോ ബിസിനസ്സുകളുണ്ട്. ഒരാളെ ചേർക്കുക, 2 ആളെ ചേർക്കുക, 4 ആളെ ചേർക്കുക, ഡെയിലി 1% പ്രോഫിറ്റ്, ഡെയിലി 2% പ്രോഫിറ്റ്, ഡെയിലി 3% വരെ പ്രോഫിറ്റ് കൊടുക്കുന്ന ക്രിപ്റ്റോ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് ഇവർ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി അതും ഞായറാഴ്ചയാണ് പറയുന്നത് പണിയെടുത്ത് ജീവിക്കട്ടെ, എല്ലാവരും പണിയെടുത്ത് ജീവിക്കട്ടെ എന്ന്. തീർത്തും തെറ്റായ കാര്യമാണ്. അത് എന്തായി കഴിഞ്ഞാലും ഇവരൊന്നും ഇനി വേറെ ഒരു പണിക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഉള്ള ലീഡർമാരൊക്കെ തന്നെ 2000, 2004 ആ ഒരു ഘട്ടത്തിൽ ഈ തട്ടിപ്പിൽ മണി ചെയിൻ, MLM, പണ ഇരട്ടിപ്പ്, കോട്ട് സൂട്ട്, കോടിപതിയാകല്, സ്റ്റേജിൽ വന്നിട്ട് ഉറഞ്ഞു തുള്ളല്, അതൊക്കെ കണ്ട് പരിചയപ്പെട്ട് അതിൽ ആകൃഷ്ടരായി മയങ്ങി വീണ ആൾക്കാരാണ്. അപ്പോൾ അവരോടൊന്നും പിന്നെ അവരെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഇവർ നാട്ടിലുള്ള എല്ലാ തൊഴിലിനെയും പുച്ഛിക്കുന്നവരാൾക്കാരാണ്. കണ്ട ഓനൊക്കെ എന്തിൻ്റെ കേടാണ്, ഓനൊക്കെ ഇത് നമ്മളെ കൂടെ വന്നിട്ട് നമുക്ക് ബിസിനസ് ഉണ്ടാക്കിക്കൂടെ, അവരൊക്കെ നോക്കൂ അവിടെ ഒരു കട തുറന്നിട്ട് അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നു, എണ്ണിച്ചുട്ട അപ്പം പോലെയുള്ള ശമ്പളത്തിന് സർക്കാർ ജോലിക്ക് പോകുന്നു. എന്ത് കാര്യം കണ്ടോ, നമ്മുടെ സാറ് 2 മാസമേ ആയുള്ളൂ, ഇപ്പം ബെൻസ് 3 എണ്ണാണ്. അങ്ങനെ പറഞ്ഞു ബംഗ്ലാവ്, എമ്മാതിരി ബംഗ്ലാവാണ്.
ഇപ്പോൾ ബിസിനസ്സുകാരാണ് ഈ ലോകത്തിൻ്റെ സ്പന്ദനം നിയന്ത്രിക്കുന്നത്, ബിസിനസ്സുകാരാണ്, നമ്മളും ബിസിനസ്സുകാരാണ്. അത് പറഞ്ഞായിട്ട് പറയാണ്, അതോ നമ്മളും ബിസിനസ്സുകാരാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കളി. അപ്പോൾ ഇവര് ഇങ്ങനെയൊക്കെ ഇവർ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ട് ആരായാലും ഇങ്ങനെയൊന്നും പറയരുത്. നമ്മൾ പിന്നെ കാണേണ്ട ആൾക്കാരാണ്. പണിയെടുത്ത് ജീവിക്കാൻ പറയരുത്. എന്തായാലും ഹൈറിച്ച് തിരിച്ചു വരില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ എന്തെങ്കിലും ആൾക്കാരെ കുടുംബക്കാരെ മൂഞ്ചിക്കുന്ന പരിപാടിയൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും എന്നുള്ള ആ ലെവലിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരിക്കലും പണിയെടുക്കാൻ പറയരുത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ.